പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം, പരാജയത്തിൻ്റെ ശക്തികളെ തകർത്തുകൊണ്ട് നമുക്ക് എങ്ങനെ ജയമെടുക്കുവാൻ സാധിക്കും. 2 കൊരിന്ത്യർ 2-14 ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിന് വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്തോത്രം കർത്താവേ, വചനം നിൻ്റേതാണപ്പാ, ഞങ്ങൾ ഓരോരുത്തരും നിൻ്റേതാണപ്പാ. നീ ഞങ്ങളോട് സംസാരിക്കണമേ. മനുഷ്യ ശബ്ദമല്ലപ്പാ, നിന്റെ ശബ്ദം കേൾപ്പാൻ നീ ഇടയാക്കണമേ. അനേകർ വിടുതൽ പ്രാപിപ്പാൻ, അനേകർ രക്ഷിക്കപ്പെടുവാൻ നീ ഇടയാക്കണമേ അപ്പാ. കൈവിടല്ലപ്പ, ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. ഞാനോ കുറയണം, നീയോ വളരണമപ്പാ. യേശുവേ, നീ കൈവിടല്ലപ്പ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 5-1 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, ഗന്നേസര തടാകത്തിൻ്റെ അവിടെ ശീമോന്റെ അടുത്തായിട്ട് കർത്താവായ യേശു ക്രിസ്തു അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ശീമോനുള്ള പടകിനകത്ത് യേശു ക്രിസ്തു കയറി നിന്നു. ഇഷ്ടംപോലെ ജനങ്ങൾ കൂടി വാക്യം കേൾക്കുന്നതിന് വേണ്ടി. പടക് സ്വല്പം മുൻപോട്ട് മാറ്റി നിർത്താൻ പറഞ്ഞു. അങ്ങനെ പടകിനകത്ത് നിന്ന് കർത്താവായ യേശു ക്രിസ്തു വചനം പ്രസംഗിക്കുകയാണ്. ഇത് കേൾക്കുന്നതിന് വേണ്ടി അനേക ജനങ്ങൾ അവിടെ, ഇഷ്ടംപോലെ ആൾക്കാരവിടെ കൂടി വചനം കേൾക്കുന്നതിന് വേണ്ടി. ശീമോൻ പത്രോസ് തിന്നുകൊണ്ട് വല കഴുകുകയാണ്. അവൻ വല കഴുകുന്നത് കണ്ടാൽ ഓർക്കും, അവൻ ഇഷ്ടംപോലെ മീൻ രാത്രി കിട്ടി. അവൻ രാത്രി മുഴുവൻ വല വീശി, വല ഇറക്കി, വല വീശി, ഒരു മീൻ പോലും അവന് കിട്ടിയില്ല. ഒരു പൊടിമീൻ പോലും. മീനെ ഓടിക്കുന്ന ഒരു ദുഷ്ടാത്മാവ് അവിടെ പ്രവർത്തിച്ചു. ഇവൻ വലിയ മീൻപിടുത്തക്കാരനാണല്ലോ, ഇവൻ്റെ വലയിൽ ഒരു മീൻ പോലും കയറരുതെന്നുള്ള ഇതിൽ ദുഷ്ടാത്മാവ് അവിടെ പ്രവർത്തിച്ച് അവൻ്റെ വലയിൽ ഒരു മീൻ പോലും കയറിയില്ല. അവൻ വല കഴുകുകയാണ്. വല കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവനോട് പറയുകയാണ് ആഴത്തിലേക്ക് വല ഇറക്കുവാൻ. അവൻ ഉടനെ പറയുന്നു, ഗുരുവേ, ഞങ്ങൾ രാത്രിയെല്ലാം വല ഇറക്കി, ഒരു മീൻ പോലും കിട്ടിയില്ല. അവൻ വിചാരിച്ചു കാണും, എനിക്ക് മീൻ പിടിക്കാൻ അറിയാം, എവിടെ മീനുണ്ടെന്നുള്ളത്, കടലിൽ മീനുണ്ടെന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ അവൻ വിചാരിച്ചു കാണും. എങ്കിലും അവൻ ദൈവത്തിൻ്റെ വാക്കിന് വിധേയനായി. പടകിൽ ദൈവമുണ്ട്, യേശു ക്രിസ്തു ഉണ്ട്. നിന്റെ പടകിൽ യേശു ക്രിസ്തു ഉണ്ടെങ്കിൽ, നിന്റെ പടകിൽ നിന്റെ ഹൃദയമാകുന്ന പടകിൽ യേശു ക്രിസ്തു കയറിയെങ്കിൽ മാത്രമേ നിന്റെ ഏത് പ്രവർത്തിക്കും, ഏത് ജോലിക്കും, എന്ത് നീ ചെയ്യാൻ പോയാലും അത് സാധിക്കണമെന്ന് വരികിൽ നിന്റെ പടകിൽ യേശു ഉണ്ടായിരിക്കണം. യേശു ഇല്ല എങ്കിൽ നീ വട്ടപൂജ്യമാണ്. അവൻ രാത്രിയെല്ലാം വലയിറക്കി, ഒരു മീൻ പോലും, അവനോട് പൊടിമീൻ പോലും അവന് കിട്ടിയില്ല. അവന് യേശുവിൻ്റെ വാക്കിനും വില കൊടുത്ത് അവൻ്റെ പടകിൽ ആരുണ്ട്? യേശു ഉണ്ട്. യേശു കയറിയിരുന്നുകൊണ്ട് പറയുന്നു ആഴത്തിലേക്ക് വലയിറക്കാൻ. അവൻ ആഴത്തിലേക്ക് വലയിറക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് ശീമോൻ പത്രോസിൻ്റെ വല വരുന്നു, മീനല്ല, ഓടിവാ ഓടിവാ എന്ന് പറഞ്ഞ് അവൻ്റെ വല കീറുമാറ് മീൻ കയറി. അവന് വല വലിക്കാൻ സാധിക്കുന്നില്ല. അടുത്തുള്ള ആൾക്കാരെയെല്ലാം വിളിച്ചു കൂട്ടി. അവൻ വല കീറുമാറ് മീന്, വലിക്കാൻ വയ്യാത്ത പോലെ മീന്, എല്ലാവരും കൂടി വല വലിച്ച് കയറ്റി 2 പടക് നിറയെ മീന് പിടിച്ചു. അപ്പോൾ ഈ അത്ഭുതം കണ്ട ഉടനെ ശീമോൻ യേശു ക്രിസ്തുവിനോട് പറയാണ്, ഞാൻ പാപിയാണ്, എന്നെ വിട്ടു പോണമേന്ന് പറഞ്ഞ് അവൻ്റെ പാദത്തുകൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദത്തുകൾ അവൻ നമസ്കരിച്ച് വീഴുകയാണ്. പ്രിയ മക്കളെ, നമ്മൾ അത്ഭുതം കാണുമ്പോഴാണ് പാപിയാണെന്ന് തോന്നുന്നത്. അങ്ങനെ ഉടനെ കർത്താവായ യേശു അവനോട് പറയുകയാണ്,
ഇന്ന് മുതൽ നീ മീൻ പിടിക്കുന്നവന്, മനുഷ്യനെ പിടിക്കുന്നവനായിട്ട് നിന്നെ മാറ്റുവെന്ന്. അങ്ങനെ പറഞ്ഞ് തീർന്നുകൊണ്ട് 2 പടക് നിറയാണ് മീൻ. ആ 2 പടക് മീനും അവൻ വിട്ടിട്ട് യേശുവിനെ ഇമ്പാലിസി യേശുവിനോട് കൂടെ പോവുകയാണ് അവന്. പ്രിയ മക്കളെ, എന്തിനാണ് മീൻ പിടിച്ചത്? കാക്ക തിന്നാനായിട്ടാണോ? അല്ല. അവനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചു. അവനെ തിരക്കിയാണ് ദൈവം അവിടെ ചെന്നത്. നിന്നെ ദൈവം വേലയ്ക്ക് വിളിച്ചാൽ നിന്റെ കുടുംബത്തെ ഒരിക്കലും പട്ടിണിയാക്കത്തില്ല. നിന്റെ കുടുംബം ഉപജീവനം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ മീൻ പിടിച്ച് ദൈവം അവർക്ക് കൊടുത്തത്. അവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അവൻ്റെ കുടുംബം ഒരിക്കലും പട്ടിണിയാകാൻ ദൈവം വിടത്തില്ല. നീ പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നീ ഇറങ്ങുമ്പോൾ നിന്റെ പാരമ്പര്യം വിട്ട്, നിന്റെ അഹങ്കാരം വിട്ട്, നിന്റെ പഴയതെല്ലാ സമ്പ്രദായങ്ങളും വിട്ട് നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഇറങ്ങി വന്നാൽ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും എത്രമാത്രം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ ദൈവം ഒരു കാരണവശാലും നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങളുടെ കഷ്ടങ്ങൾ, രോഗങ്ങൾ, ദുഃഖം, കടഭാരം എല്ലാം മാറ്റാൻ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടായാൽ മതി. ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ഉണ്ടായി. ആ ദൈവമാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഇന്ന് പകൽ നിങ്ങൾ നിരാശപ്പെട്ട് കഴിയണ്ട. നിങ്ങളുടെ വിശ്വാസമാകുന്ന വലകൾ ഇറക്കുക. എൻ്റെ കർത്താവിൻ്റെ ശക്തി അനുഭവിക്കാൻ നിങ്ങൾ പോവുകയാണ്. പ്രിയ മക്കളെ, വിശ്വാസത്തോടെ നിന്റെ വലകൾ ഇറക്ക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും, എന്ത് കഷ്ടമുണ്ടെങ്കിലും നീ ദൈവസന്നിധിയിൽ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ പാപങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിന്റെ വലകൾ ഇറക്ക. വിശ്വാസമാകുന്ന വലകൾ ഇറക്ക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ഒരു കാരണവശാലും നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവമാണ്. ശീമോൻ രാത്രിയെല്ലാം വലയിറക്കി, ഒരു മീൻ പോലും കിട്ടിയില്ല. അവന്റെ പടകിൽ യേശു കയറിയപ്പോൾ അവന് 2 പടക് നിറയെ മീൻ നിറച്ചു. പ്രിയ മക്കളെ, നമ്മുടെ ഹൃദയമാകുന്ന പടകിൽ നമ്മളിൽ നമ്മുടെ യേശു വസിക്കണം. യേശു കയറണം. നിന്റെ ഹൃദയത്തിൽ നിന്നും ദൈവം കയറിയിട്ടില്ല എങ്കിൽ നീ വെറുതെ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. ദൈവം നിന്റെ സന്നിധിയിൽ നിന്റെ ഹൃദയത്തിൽ കയറണം. നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ എല്ലാവിധത്തിലും നിങ്ങളെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യം. അപ്പോസ്തലന്മാർ കടലിൽ യാത്ര ചെയ്യുകയാണ്. യേശു മലയുടെ മുകളിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരോട് അക്കരക്കരെ പോകെന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. അവർ കടലിന്മേൽ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര കാറ്റും തിരമാലയും വന്ന് അവരുടെ പടക് ഭയങ്കരത്തിൽ ചാഞ്ചാടി ഭയങ്കരത്തിൽ അവർ നിലവിളിക്കുകയാണ്. ഭയങ്കര കഷ്ടം അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുകയാണ്. ആ സമയത്ത് രാത്രി 4-ാം യാമത്തിൽ യേശു ക്രിസ്തു അവരെ പറഞ്ഞു വിട്ടല്ലോ, അവർ കഷ്ടപ്പെടുന്നു എന്നുള്ള യേശുവിന് മനസ്സിലായി. യേശു കടലിൽ കൂടെ നടന്നു വരികയാണ്. നടന്നു വരുന്ന സമയത്ത് അയ്യോ ഭൂതം വരുന്നേ എന്നും പറഞ്ഞ് മക്കള് ചെറിയ മക്കള് കടന്ന് കരയുന്നത് പോലെ ഇവരെല്ലാം കൂടെ കരയുകയാണ്. കരയുമ്പോൾ യേശു പറയുന്നു, ഞാനാണ്. ഉടനെ അതിൽ പത്രോസ് പറയുകയാണ്, നീ ആണെങ്കിൽ ഞാനും വരുന്നു, വാ. ഉടനെ പത്രോസ് വെള്ളത്തിലേക്ക് കാലിട്ടവൻ നടന്ന് യേശുവിനോട് അടുക്കാറായപ്പോൾ അവൻ ഇടത്തോട്ടും വലത്തോട്ടും നോക്കി. ഭയങ്കര തിരമാലകളും കാറ്റും കണ്ട് അവൻ പേടിച്ച് ഭയപ്പെടാൻ തുടങ്ങി. അവൻ താഴാൻ തുടങ്ങി. യേശുവേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനെ കൈനീട്ടി പിടിച്ച് രക്ഷിച്ചു. പ്രിയ മക്കളെ, യേശു നടന്ന് അവരുടെ പടകിൽ കയറിയപ്പോൾ കാറ്റും കോളും നിന്നു. ഭയങ്കര ശാന്തമായി, കടലെ ശാന്തമായി. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യേശു നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സാത്താനും ഒരു കൂടോത്രവും ഒരു നേർച്ചകാഴ്ചയും
നിനക്ക് സംഭവിക്കത്തില്ല, നിനക്കുണ്ടാകത്തില്ല. നീ ധൈര്യമായിട്ട് നിൽക്കണം. ധൈര്യമായിട്ട് നിന്ന് നീ ഭൂതമാണെന്ന് പറഞ്ഞ് കരയണ്ട. ഞാനും വരുന്നുവെന്ന് പറഞ്ഞ ഉടനെ അവന് വെള്ളത്തിലേക്ക് തിരിഞ്ഞു. അവൻ എന്താണ് ഭയപ്പെട്ടത്? കാറ്റും കോളും കണ്ട് അവൻ ഭയപ്പെട്ടു. അതുപോലെ നിന്റെ ജീവിതത്തിൽ നിനക്ക് കടപ്പാരം വരും, രോഗം വരും, അനേക കഷ്ടങ്ങൾ, അസമാധാനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അയ്യോ ഞാൻ മുങ്ങിപ്പോയി, ഞാൻ ഇനി മേളിലോട്ട് ഉയരത്തില്ല. ഭയപ്പെടണ്ട മക്കളെ, ഭയപ്പെടണ്ട. നമ്മളെ കൈപ്പിടിച്ച് ഉയർത്തുവാൻ ശക്തവാനായ ദൈവം, അവൻ്റെ കയ്യ് ബലമുള്ള കൈയാണ്. ആ കൈ കൊണ്ട് നമ്മളെ പിടിച്ച് മേളിലേക്ക് ഉയർത്തും. നമ്മളെ ഒരിക്കലും മുങ്ങിപ്പോകാനായിട്ട് വിടത്തില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ചന്ദ്രമേശ അഭേന്ദ്രവിനെ തീ കാത്തിട്ടു. എന്താ കാര്യം തീ കാത്തിടാൻ? അവൻ രാജൻ ഉണ്ടാക്കി വെച്ച ബിംബത്തിന് അവര് അഡ വീണില്ല, അവർ നമസ്കാരം അടിച്ചില്ല, മുട്ടുകുത്തി പ്രാർത്ഥിച്ചില്ല എന്ന് പറഞ്ഞ് അവരെ കാലും കയ്യും കെട്ടി അവരുടെ വസ്ത്രത്തോടുകൂടെ അവരെ തീ കാത്തിട്ടു. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. നമ്മുടെ ദൈവം അവിടെ ഇറങ്ങി വന്ന് അവരുടെ കൂടെ നടന്നു. രാജൻ അങ്ങനെ സിംഹാസനത്തെ ഇരുന്നുകൊണ്ട് നോക്കുമ്പോൾ എന്താ കാണുന്നത്? 3 പേരെ ഇട്ടത് 4 പേരെ കാണുന്നു. ഒരു ദൈവകുമാരനെ പോലെ ഒരാളെ കാണുന്നുവെന്ന് രാജൻ പറയുന്നു. പ്രിയ മക്കളെ, നമ്മുടെ ഏത് കഷ്ടങ്ങളുടെ നടുവിലും, ഏത് ദുഃഖത്തിൻ്റെ നടുവിലും, ഏത് രോഗത്തിൻ്റെ നടുവിലും ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്, പരാജയപ്പെട്ടു പോകരുത്. നമ്മളെ ദൈവം കൈപിടിച്ച് ജയോത്സവമായി വഴി നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകാനായിട്ട് ദൈവം വിടത്തില്ല. അഥവാ നീ പരാജയപ്പെട്ടു പോയെങ്കിൽ നിന്റെ പടകിൽ യേശുവില്ല. യേശുവില്ലാത്ത കൊണ്ടാണ് നീ പരാജയപ്പെട്ടു പോകുന്നത്. നീ പരാജയപ്പെടാതിരിക്കണമെന്ന് വരികിൽ നിന്റെ പടകിൽ ആരുണ്ടായിരിക്കണം? യേശു ഉണ്ടായിരിക്കണം. യേശു ജീവിക്കുന്ന ദൈവമാണ്, സത്യ ദൈവമാണ്. ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നിനക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വിഷമിക്കണ്ട. നീ അവൻ്റെ വചനം വായിച്ച് സൗഖ്യം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നീ എവിടെയിരുന്ന് വിളിച്ചാലും വിളി കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നീ കരഞ്ഞു നോക്കിക്കേ, ദൈവം ഇറങ്ങി വന്ന് നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കും. മകളെ, മകനെ, നിനക്കെന്ത് പറ്റിയെന്ന് ദൈവം ചോദിക്കും. നമ്മൾ എവിടെ ഇരുന്നാണെങ്കിലും, ഒരു മരച്ചോട്ടിൽ ഇരുന്നായാലും ശരി, ഒരു കടത്തിണ്ണയിൽ ഇരുന്നായാലും ശരി, ട്രെയിനിൽ ഇരുന്നായാലും ശരി, ബസ്സിൽ ഇരുന്നായാലും ശരി, നിങ്ങളുടെ കഷ്ടങ്ങൾ, നിങ്ങളുടെ ആവശ്യഭാരങ്ങൾ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കണം. കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീരിനെ തുടച്ച് ദൈവം നമ്മുടെ സമാധാനം തരുന്ന ദൈവമാണ്. നിങ്ങളുടെ പടകിൽ ആരുണ്ടായിരിക്കണം? ദൈവം ഉണ്ടായിരിക്കണം. ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മുങ്ങിപ്പോകാനായിട്ട് ദൈവം വിടത്തില്ല. ഒരു കാരണവശാലും വിടത്തില്ല മക്കളെ. എല്ലാ പരിശുദ്ധാത്മ ശക്തിയുടെ നുകത്താൽ എല്ലാ നുകങ്ങളെയും തകർക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നതാണ് പരിശുദ്ധാത്മാവ്. ചലിച്ചാൽ അവൻ്റെ ശക്തി നമ്മുടെ മേൽ വന്നാൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്ത് നമ്മളെ കൊണ്ടുവരും. നിങ്ങൾ ഇരുട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മളെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളിൽ എന്തുണ്ടായിരിക്കണം? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടായിരിക്കണം. ആ ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും താണു പോകാനോ വെന്തു പോകുവാനോ ഒന്നും ദൈവം സമ്മതിക്കും. നമ്മൾ എവിടെ പോയി പാർത്താലും നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുപോലെ തന്നെ ഒരു വാക്യം നമുക്ക് നോക്കാം. കനാന്യ സ്ത്രീ, അതായത് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 22 മുതൽ 28 വരെയുള്ള വാക്യം. കനാന്യ സ്ത്രീ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നുവെന്ന് നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ ചെന്നു. പക്ഷേ യേശു തിരിഞ്ഞുപോലും നോക്കാതെ അങ്ങനെ പോയി. ശിഷ്യന്മാരവളോ യേശുവിനോട് പറയുന്നു, അവൾ കരഞ്ഞുകൊണ്ട് നമ്മുടെ പുറകെ വരുന്നു, എന്തെങ്കിലും അവളോട് സമാധാനം പറയാൻ പറയുന്നു. ഉടനെ യേശു പറയുന്നു, 24-ാമത്തെ വാക്യം,
അതിനെ അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ച്, അവനോ നമസ്കരിച്ചുകൊണ്ട് അവൾ വന്നു. ഉടനെ ദൈവം പറയുവാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുകയില്ല എന്ന്, നന്നല്ല എന്ന് പറഞ്ഞു. അതിനവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ വീഴുന്ന നുറുക്കുകൾ തിന്നാണല്ലോ ജീവിക്കുന്നത് എന്ന് യേശുവിനോട് അവൾ പറഞ്ഞു. അവിടെ വിശ്വാസം കണ്ട് യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴികയിൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. പ്രിയ മക്കളെ, ആ കനാന്യ സ്ത്രീ യേശുവിൻ്റെ പുറകെ കരഞ്ഞുകൊണ്ട് പോവുകയാണ്. നിങ്ങൾ കരയണം. അവളെ നായെന്ന് വരെയും ശിഷ്യന്മാർ കേൾക്കുന്നതിനു വേണ്ടി വിളിച്ചു. പ്രിയ മക്കളെ, അവളെ നായെന്ന് വിളിച്ചിട്ട് പോലും ഈ കാലത്തെ പെൺമക്കൾ സ്ത്രീകളാണെങ്കിൽ, അയ്യോ എൻ്റെ മകൾ മരിക്കട്ടെ, ചാകട്ടെ, അവന് എന്നെ നായെന്ന് വിളിച്ചു, ഇനി അവൻ്റെ കോളും വേണ്ട, അവൻ്റെ ചർച്ചും വേണ്ട, ആ പാസ്റ്ററിൻ്റെ കോളും വേണ്ട എന്ന് പറയും. പ്രിയ മക്കളെ, അവളെ അങ്ങനെ വിളിച്ചിട്ടും അവൾ പുറകെ കരഞ്ഞുകൊണ്ട് പോയി. എന്താ കാര്യം? എങ്ങനെയെങ്കിലും എൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടണം. അവൾ അത്രമാത്രം അവളുടെ മകളെ സ്നേഹിക്കുന്നു. എൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടണം, യേശു അല്ലാതെ വേറെ ആരെക്കൊണ്ടും സൗഖ്യം തരാൻ പറ്റത്തുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി. അത് തന്നെയുമല്ല, അവിടെ ആരാ കയറിയിരിക്കുന്നത്? ഭൂതം കയറിയിരിക്കുകയാണ്, സാത്താൻ കയറിയിരിക്കുകയാണ്. ആ സാത്താനെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് യേശുവിൻ്റെ മുമ്പിൽ അവൾ കരഞ്ഞുകൊണ്ട് പോയത്. അവൾ കരഞ്ഞുകൊണ്ട് പോയത് കാരണം അവൾക്ക് എന്ത് സംഭവിച്ചോ? ആ നാഴികയിൽ തന്നെ അവിടെ വിശ്വാസം എത്ര വലുതാണെന്ന് വെച്ചേ. യേശു അവളോട് എന്നാ പറഞ്ഞേ? നിന്റെ ഇഷ്ടം പോലെ തന്നെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ ഇഷ്ടം എന്തായിരുന്നു? അവിടെ മകള് സൗഖ്യമാകണം, അവിടെ മകളുടെ ഭൂതോപദ്രവം വിട്ടുമാറണം. അതൊന്നും മാത്രമായിരുന്നു അവിടെ ആഗ്രഹം. അത് സംഭവിച്ചു. അത് സംഭവിച്ച ഉടനെ ആ നാഴികയിൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. അവൾ പരാജയപ്പെട്ടു പോയോ? ഒരു കാരണവശാലും അവൾ പരാജയപ്പെട്ടു പോയില്ല. നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവം മക്കളെ, ജീവിക്കുന്ന ദൈവം. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അന്നമ്മ ജോൺ എന്ന് പറഞ്ഞ ഒരു ആൻറ്റിയുടെ ഫോൺ വന്നു. അന്നമ്മ ജോൺ എന്ന് പറഞ്ഞ ആൻറ്റിയുടെ ഫോൺ വന്നു. ആ ആൻറ്റിയുടെ കട്ടിലിൻ്റെ കീഴെ പൂച്ച രാത്രി കയറി വന്നു. ഒരു പൂച്ചയുടെ രൂപത്തിൽ കയറി വന്ന് ഈ ആൻറ്റിക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല, കഴുത്തിന് ഞെക്കിപ്പിടിക്കുന്നു. പുറത്തൊരാൾ കയറിയിരിക്കുന്നു. ആൻറ്റിക്ക് ശ്വാസം പോലും വിടാൻ മേല, ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ല, നേരം വെളുത്ത് എണീക്കാൻ മേല, നടക്കാൻ മേല, ഭക്ഷണം വേണ്ട, വളരെയധികം അവർ കഷ്ടപ്പെടുന്നു. അവർ ഒരു ദിവസം, ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഫോൺ ചെയ്ത് കരഞ്ഞു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 1 ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് സ്വല്പ എണ്ണ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ശരീരത്തിലെല്ലാം പുരട്ടാൻ പറഞ്ഞു. പുരട്ടി. അത് കഴിഞ്ഞ ഉടനെ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു തന്ന വെള്ളം നിങ്ങൾ കിടക്കുന്ന മുറിക്കകത്തും നിങ്ങളുടെ വീട്ടിനകത്തും എല്ലാം യേശുവിൻ്റെ രക്തം പറഞ്ഞ് തളിക്ക്. അമ്മച്ചി ഇന്ന് സുഖമായിട്ട് ഉറങ്ങും. അമ്മച്ചിയുടെ അടുത്തൊരു പൂച്ചയും വരികയില്ല, ഒരു സാത്താനും വരത്തില്ല, ഒരു കൂടോത്രം വരത്തില്ല, ഒരു നേർച്ച കാഴ്ചയും വരത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മിനിഞ്ഞാന്ന് അവരെനിക്ക് ഫോൺ ചെയ്ത് പറയുന്നു, മോളെ ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി, എനിക്കിപ്പോൾ ഒരു ഭയവുമില്ല, എൻ്റെ ദേഹത്ത് യാതൊരു നൊമ്പരവുമില്ല, ആ പൂച്ച ഇപ്പം എൻ്റെ കട്ടിൽ കീഴെ വരുന്നുമില്ലെന്ന്. നമ്മുടെ ദൈവം ആരാണ് മക്കളെ? ആ കനാന്യ സ്ത്രീയെ മകളെ രക്ഷിച്ച ദൈവം നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുന്ന ദൈവമാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ മതി. നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവമാണ്. നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. ഒരു കാരണവശാലും നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കടഭാരം കാണും, രോഗം കാണും, ഷുഗർ കൂടിയിരിക്കാതിരിക്കാം,
BP കൂടിയിരിക്കുകയായിരിക്കാം, കൊളസ്ട്രോൾ കൂടിയിരിക്കുകയായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളാൽ നിറഞ്ഞിരിക്കുകയായിരിക്കാം. പക്ഷേ ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കരുത്, ഭയപ്പെടരുത്. അതുപോലെ തന്നെ കരഞ്ഞ ഒരു വ്യക്തിയെ നമുക്ക് നോക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യം. അതായത് നയിൻ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് അങ്ങ് മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ അവൾ വിധവയായി. ആ വിധവയ്ക്കൊരു മകനുണ്ടായിരുന്നു. ആ മകന് ഏതോ കഷ്ടം വന്ന് മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തോട് നേരമാകുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ 10 ദിവസം, 8 ദിവസം, 15 ദിവസം ഇങ്ങനെ കഴിയുന്നിട്ടാണ് നമ്മുടെ കേരളത്തിൽ ശവം അടക്കുന്നത്. കാരണം അവിടെ മോർച്ചറിയുണ്ട്, മൊബൈൽ മോർച്ചറിയുണ്ട്. അതേസമയം ഈ കർണാടക സ്റ്റേറ്റിൽ ഞങ്ങളുടെ ഈ ഇവിടെ ബാംഗ്ലൂരിൽ കാണുമായിരിക്കും, ഈ ചിത്രദുർഗയിലെ മൊബൈലൊന്നുമില്ല. സമയത്തോട് സമയമാകുമ്പോൾ നമ്മൾ കൊണ്ടുപോയി ഡെബൻ ചെയ്യണം. പ്രിയ മക്കളെ, ആ നയിൻ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവർക്കൊരു മകനുണ്ടായിരുന്നു. ആ മകൻ എന്തോ രോഗം വന്നു മരിച്ചുപോയി. സമയത്തോട് സമയമാകുമ്പോൾ നമ്മൾ ശവം അടക്കണം. ശവം അടക്കത്തിനായി ശവപ്പെട്ടി എടുത്ത് 4 പേര് ചുമന്നും കൊണ്ട് പുറകെ ജനങ്ങളുമായിട്ടിങ്ങനെ അമ്മ പുറകിൽ കരഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് അമ്മയും പുറകെ പോവുകയാണ്. അവിടെ നിന്നും ജീവന്റെ ജാഥ ഞാൻ തന്നെ സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവും ജനങ്ങളും അവിടെ നിന്ന് വരുന്നു. ഇവിടെ നിന്നും മരണത്തിൻ്റെ ജാഥയും ജീവന്റെ ജാഥയും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഈ അമ്മ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് വരികയാണ്. അമ്മയോട് ദൈവം പറയുന്നു കരയണ്ട. യേശു ക്രിസ്തു പറയുന്നു കരയണ്ട. മഞ്ചത്തെ തൊട്ടേ ഉടനെ ചുമന്നുകൊണ്ട് പോകുന്നവരുടെ ശക്തി എത്ര വലിയ ശക്തിയാണെന്ന് നോക്കണം. ചുമന്നുകൊണ്ട് പോകുന്നവരോട് നിൽക്കാൻ പറഞ്ഞില്ല, മഞ്ചത്തെ തൊട്ടേ ഉടനെ ചുമന്നുകൊണ്ട് പോകുന്നവർ നിന്നെ ഉടനെ യേശു ക്രിസ്തു ആ ബാലൻ്റെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ബാലൻ എഴുന്നേറ്റ് സംസാരിച്ചു, അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അമ്മ കരഞ്ഞുകൊണ്ട് പുറകെ പോയതാണ്. പ്രിയ മക്കളെ, നീ ഇന്ന് കരയുന്നുവെങ്കിൽ നിന്റെ കടപ്പാരം മാറ്റിത്തരുവാനും നിന്റെ രോഗം മാറ്റിത്തരുവാനും നിനക്ക് പ്രമോഷൻ തടഞ്ഞിട്ടിരിക്കുന്ന പ്രമോഷനെ ദൈവം തരുവാൻ, കല്യാണം നടക്കാതെ നിന്റെ മക്കള് 30-35 വയസ്സ് വരെ നിൽക്കുന്നു, നിന്റെ മക്കളെ കല്യാണം തരുവാൻ ശക്തവാനായ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ആ ദൈവം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. നീ ആ ദൈവത്തിൻ്റെ സന്നിധി നീ പരാജയപ്പെട്ടു പോകരുത്. നിന്നെ ജയോത്സവമായി നടത്തുവാൻ ശക്തവാനായ ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്റെ പടകിൽ ദൈവമുണ്ടോ? നീ നിന്നെ തന്നെ ശോധന ചെയ്ത് നോക്കാൻ. നിന്റെ പടകിൽ ആകുന്ന ഹൃദയത്തിൽ യേശു വസിക്കണം. യേശു വസിച്ചാൽ നിന്നെ ഒരിക്കലും പരാജയപ്പെട്ടു പോകുവാനായിട്ട് ദൈവം വിടത്തില്ല. ആ ദൈവം ഇന്നിവിടെ വന്നിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേലെ വരും. നിങ്ങൾക്ക് എന്ത് രോഗമുണ്ടെങ്കിലും, എന്ത് പ്രശ്നമുണ്ടെങ്കിലും, എന്ത് കഷ്ടമുണ്ടെങ്കിലും നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞു പറയുക. ദൈവം നിൻ്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ ഇപ്പോൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ കരം നിൻ്റെ മേലെ വരും. ഞാനൊരു സാക്ഷികളൊക്കെ ഇഷ്ടപ്പെടുത്താതെ മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. വേദനയുള്ള ഭാഗത്തൊരു കരം വയ്ക്കുക, ഒരു കരം മേളിലോട്ട് ഉയർത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്ന നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചേർത്തുമായിരിക്കുന്ന മക്കളുമായിട്ട് നിന്റെ അടുത്ത് വരുന്നപ്പാ, ആ മക്കളെ നീ അനുഗ്രഹിക്കണമേ. എത്രയോ ജനങ്ങൾ സമാധാനമില്ല, സന്തോഷമില്ലാതെ നിറലാടുന്നപ്പാ, അവർക്ക് നീ സമാധാനത്തെ കൊടുക്കണമേ, ശാന്തിയെ കൊടുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കർത്താവെ ജയോത്സവമായി നടത്തുന്ന ദൈവമാണപ്പാ നീ. കർത്താവെ, പരാജയപ്പെട്ടു പോകുവാൻ നീ സമ്മതിക്കല്ലപ്പാ. നീ കൈപിടിച്ച് ഉയർത്തുന്ന ദൈവമാണപ്പാ നീ. അവിടുന്ന് കർത്താവെ ഒരിക്കലും താളടിയായി പോകാൻ വിടുന്ന ദൈവമല്ലപ്പാ. കർത്താവെ, പരാലിസിസ് രോഗത്താല്, കാൻസർ രോഗത്താല്, കർത്താവെ ഹാർട്ട് പേഷ്യൻ്റ് ആകി, ട്യൂമർ രോഗത്താല് ഏതെല്ലാം വിധത്തിൽ ജനങ്ങൾ നിറലാടുന്നപ്പാ, ICUവിലും വെന്റിലേറ്ററിലും എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പാ, അവരെ ഇപ്പോൾ തന്നെ നീ തൊടണമേ. പരിശുദ്ധാത്മനെ തൊടണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിന്റെ അധികാരമുള്ള യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ വിട്ടുമാറട്ടെ. അവർക്ക് ശാന്തി സമാധാനം കൊടുക്കണമേ, നമ്മതി കൊടുക്കണമേ, പാപത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ, രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ, സ്വർഗത്തിൽ പോകാൻ ഒരു വഴി തെളിക്കണമേ അപ്പ, വഴി കൊടുക്കണമേ അപ്പ. യേശുവേ, പരാജയപ്പെട്ടു പോകുവാൻ നീ വിടല്ലപ്പ. നീ ജയോത്സവമായി നടത്തുന്ന ദൈവമാണപ്പ, നീ നടത്തണമേ അപ്പ. കർത്താവേ അപ്പ, വിവാഹം നടക്കാത്ത മക്കളുടെ വിവാഹം നടത്തി കൊടുക്കണമേ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ കർത്താവേ. അതുപോലെ ഏതെല്ലാം വിധത്തിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ, നീ കർത്താവെ കടഭാരത്താൽ കഷ്ടപ്പെടുന്നവരുടെ കടഭാരം മാറ്റിക്കൊടുക്കണമേ കർത്താവേ. എത്രയോ ജനങ്ങൾ കർത്താവെ സമാധാനമില്ലാതെ കഴിയുന്നപ്പ. ഈ ലോകം കൊടുക്കുന്ന സമാധാനം ശാശ്വതമല്ലപ്പ, നീ കൊടുക്കുന്ന സമാധാനം ശാശ്വതമായ സമാധാനമാണപ്പ കർത്താവെ. അവർ മുങ്ങിപ്പോകുവാൻ നീ വിടല്ലപ്പ, നീ കൈപിടിച്ച് ഉയർത്തുന്ന ദൈവമാണപ്പ കർത്താവെ. അവരുടെ പടകിൽ ദൈവം കയറിയിരിട്ടുണ്ടോന്ന് അവരെ തന്നെ ശോധന ചെയ്യുവാൻ നീ സഹായിക്കണമേ അപ്പ കർത്താവെ. ഞങ്ങളുടെ ഹൃദയമാകുന്ന പടകിൽ നീ വസിച്ചില്ല എങ്കിൽ കർത്താവെ ഞങ്ങൾ മുങ്ങിപ്പോകും അപ്പ. ഞങ്ങൾ കാറ്റത്ത് കർത്താവെ അപ്പ മുങ്ങിപ്പോകാതെ കർത്താവെ, നീ ഞങ്ങളുടെ പടകിലിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, എന്തെല്ലാം നോവുകൾ വന്നാലും, എന്തെല്ലാം കടപ്പാരം വന്നാലും ഞങ്ങൾ കർത്താവെ മുങ്ങിപ്പോകുവാൻ വിടല്ലപ്പ ദൈവമേ. നീ അവിടുന്ന് ഞങ്ങളെ കൈക്ക് പിടിച്ചിരിക്കുന്ന ദൈവമാക്കിയ ആൾ സ്തോത്രം അപ്പച്ച. നിന്റെ ഉള്ളംകൈയിൽ ഞങ്ങളെ വരച്ചിരിക്കുന്ന കുറുമ്പയ്ക്കാകി സ്തോത്രം കർത്താവേ. അപ്പച്ച, നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഏതെല്ലാം വിധത്തിൽ കർത്താവെ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ, എല്ലാ പാസ്റ്റർമാരെ, എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെ, എല്ലാ അച്ഛന്മാരെ നീ അനുഗ്രഹിക്കണമേ. സുവിശേഷം എല്ലാ രാജ്യങ്ങളിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ അപ്പ. എത്രയെല്ലാം വിധത്തിൽ കഷ്ടങ്ങൾ ഉണ്ടപ്പ, നീ എല്ലാം കാണുന്നുണ്ടല്ലപ്പ കർത്താവെ. ഏതെല്ലാം വിധത്തിൽ ജനങ്ങൾ കർത്താവെ അടികൊള്ളുന്നു കർത്താവെ, ചീത്ത വിളി കേൾക്കുന്നു കർത്താവെ, പള്ളി അടിച്ചു തകർക്കുന്നു കർത്താവെ, ഏതെല്ലാം വിധത്തിൽ നോവുകൾ അനുഭവിക്കുന്നപ്പ നീ കാണുന്നില്ലേപ്പാ. നിന്റെ കണ്ണ് കുരുടല്ലപ്പ, നിന്റെ ചെവി ചെകിടല്ലപ്പ, നിന്റെ കൈ മോട്ടുകൈയല്ലപ്പ. ദേവരേ, നീ പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മനെ നീ പ്രവർത്തിക്കണമേ, നീ പ്രവർത്തിക്കണമേ. നീ പ്രവർത്തിച്ചിരിക്കുന്ന കൃപയ്ക്കാകി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങൾക്ക് ഫോൺ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.